ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ഒരു തെറ്റും ചെയ്യാതെ രാധമ്മ ശിക്ഷിക്കപ്പെടുകയും അതിൻ്റെ പേരിൽ രാധമ്മയ്ക്ക് സഹിക്കാനാകാത്ത സങ്കടം കൊണ്ട് പൊട്ടിക്കരയുകയും ചെയ്യുന്ന രാധമ്മയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹൃതിക രാജുവിനോട് പറയുന്നു, തൽക്കാലം രാധമ്മ നമ്മുടെ വീട്ടിൽ നിന്നാൽ മതി, അങ്ങോട്ട് പോയാൽ വിഷമം കൂടത്തതേ ഉള്ളൂ. അത് രാജുവും വേണുവേട്ടനും സമ്മതിക്കുവാണ്. അങ്ങനെ രാധമ്മയും കൂട്ടിയിട്ട് ഹൃതികയും രാജുവും വേണുവേട്ടനും കൂടെ ഹൃതികയുടെ വീട്ടിലോട്ട് വന്നിരിക്കുവാണ്. അവരെ കണ്ടതും വളരെ സന്തോഷത്തോടെ യാമിനിയും ശേഖരനും ഓടി വന്ന് അവരെ സ്വീകരിക്കുവാണ്. രാധമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത് വളരെ നന്നായി, കുറച്ച് ദിവസം ഇവിടെ നിന്ന് മനസ്സൊക്കെ ഒന്ന് സമാധാനപ്പെട്ടിട്ട് അങ്ങോട്ട് വിട്ടാൽ മതി എന്നൊക്കെ യാമിനി പറയുന്നുണ്ട്. അപ്പോഴേക്കും അംബിക അങ്ങോട്ട് വരുന്നുണ്ട്. അംബിക പറയുന്നു, ഇവിടെ ആരെയും അങ്ങനെ താമസിപ്പിക്കാൻ പറ്റില്ല, ഇതേ സത്രമൊന്നുമല്ല, വഴിയെ പോകുന്നവർക്കൊക്കെ കയറി ഇവിടെ താമസിക്കാനേ, ഇതൊരു മിനിസ്റ്റർ താമസിക്കുന്ന വീടായത്. ഹൃതിക അത് കേട്ടിട്ട് ശരിക്കും മറുപടി കൊടുക്കുന്നുണ്ട് അംബികയ്ക്ക്. അതിനെന്ത് വേണം, ഞങ്ങൾ തൂങ്ങിച്ചാകണോ, അതോ ഈ രാജ്യം വിട്ട് ഞങ്ങൾ പോകണോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അംബികയെ. അംബികയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതെ, ഞാനൊരു മിനിസ്റ്ററാണ്, മിനിസ്റ്ററായ ഞാനിവിടെ താമസിക്കുമ്പോൾ നെഗറ്റീവ് ഇമേജുള്ള ഈ ഒരു സ്ത്രീ ഇവിടെ താമസിക്കുന്നത് ശരിയല്ല, അത് പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. അതിന് നിങ്ങളുടെ സമ്മതം ആര് ചോദിച്ച്? നിങ്ങൾക്കിവിടെ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് മാറിപ്പോയിക്കോ. നിങ്ങളെന്തിനാണ് ഇവിടെ താമസിക്കുന്നത്? ഇത്രയും നാളും നിങ്ങളും നിങ്ങളുടെ മകനും ഇവിടെ താമസിച്ചില്ലേ, അതിനുള്ള വാടകയൊന്നും വേണ്ട, ഞങ്ങളത് ഫ്രീ ആയിട്ട് വിട്ടിരിക്കും, നിങ്ങൾ ഇവിടുന്ന് അങ്ങ് ഇറങ്ങിപ്പോയിക്കോ. അംബിക ഹൃതിയോട് ചോദിക്കുക, ഇത് പറയാൻ നീ ആരാടി, അതറിഞ്ഞുകൂടെ, ഇത് എൻ്റെ വീട്, എൻ്റെ അച്ഛൻ്റെ വീട്. ആഹാ, എന്നാലേ ഇത് എൻ്റെ വീടും കൂടെ, ഇത് എൻ്റെ ആങ്ങളയുടെ വീടാണ്, എൻ്റെ ആങ്ങളയുടെ വീടാകുമ്പോൾ എനിക്കും ഉണ്ട് ഇവിടെ അവകാശം. ഇവരെ ഇവിടെ താമസിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റില്ല എന്നിങ്ങനെ ഒച്ചത്തിൽ പറയുവാണ് അംബിക. അത് കേട്ടിട്ട് പ്രതാപൻ ചേച്ചി എന്ന് വിളിച്ചോണ്ടിങ്ങനെ വീൽ ചെയറിൽ വരുന്നുണ്ട്. ചേച്ചീന്ന് ഉറക്ക വിളിച്ചോണ്ട് വരുന്ന പ്രതാപനെ കണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കുവാണ്. ഇപ്പം പ്രതാപൻ വന്ന് എന്തോ മല മറിക്കാൻ പോവാണെന്ന്. ഈ പ്രതാപൻ മലയല്ല, ഒരു തുരുമ്പ് പോലും മറിക്കില്ല. പ്രതാപൻ ചോദിക്കുന്നു, എന്താ ഇവിടെ വഴക്ക്, എന്തിനാ നിങ്ങളെല്ലാവരും ഇങ്ങനെ വഴക്ക് കൂടുന്നത്? ശേഖരൻ അങ്ങോട്ട് ഓടിച്ചെന്ന് പ്രതാപനോട് പറയാം, ചേട്ടനറിയാലോ രാധമ്മയുടെ ഇപ്പോഴത്തെ മാനസിക സ്ഥിതി. അത് മനസ്സിലാക്കിക്കൊണ്ട് യാമിനി പറഞ്ഞു, ഇപ്പോൾ ഉടനെ വീട്ടിലോട്ട് പോകണ്ട, 1-2 ദിവസം ഇവിടെ താമസിച്ചിട്ട് പോയാൽ മതിയെന്ന്. അച്ഛാ, അതിന് ഇവർ പറയുക ഇത് മന്ത്രിയുടെ വീടാ, നെഗറ്റീവ് ഇമേജ് ഉള്ളവർ ഇവിടെ താമസിക്കാൻ പറ്റില്ലെന്ന്. അതിന് വഴക്കെന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്. പ്രതാപൻ ചോദിക്കുന്നത് കേട്ടിട്ട് ഹൃതിക സങ്കടത്തോടെ ചോദിക്കുന്നു, അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞത് ന്യായമാണെന്നാണോ അച്ഛൻ പറയുന്നത്? പ്രതാപൻ, വേണ്ട, നീ മര്യാദയ്ക്ക് സംസാരിച്ചോണം എന്നിങ്ങനെ ഹൃതിയോട് ദേഷ്യത്തെ പറയുവാണ്. അപ്പോഴേക്കും രാജുവിനും ഹൃതിയയ്ക്കും എല്ലാം മനസ്സിലായി, ഈ പ്രതാപൻ ഒരു ചുക്കും ചെയ്യില്ലെന്ന്. അംബയ്ക്ക് കുറച്ച് ധൈര്യം കൂടുകയാണ് ഉണ്ടായത്. ശേഖരനും യാമിനിയും സങ്കടത്തോടെ ഇങ്ങനെ പ്രതാപനെ നോക്കുക. ഇങ്ങനെ ഇത്രത്തോളം അതപ്പതിച്ചു പോയല്ലോ ഈ ചേട്ടൻ എന്നുള്ള ഒരു ഭാവത്തിലാണ് ശേഖരൻ ഇങ്ങനെ പ്രതാപനെ നോക്കുന്നത്. ഈ നിൽക്കുന്നതേ എൻ്റെ ചേച്ചിയാ എന്നിങ്ങനെ പ്രതാപൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജുവിന് ദേഷ്യം സഹിക്കാൻ വന്നില്ല. രാജു അങ്ങോട്ട് ചെന്ന് രാധമ്മയെ കുടിച്ചിട്ട് പറയുന്നു, ഈ നിൽക്കുന്ന രാധമ്മ രാജുവിൻ്റെ അമ്മയാണ്. കണ്ട വൃത്തികെട്ടവരുടെയൊക്കെ ആട്ടും തുപ്പും കേട്ട് ഈ വീട്ടിൽ നിൽക്കേണ്ട ആവശ്യം എൻ്റെ അമ്മയ്ക്ക് വന്നിട്ടില്ല. ആണം കെട്ട് കുനിഞ്ഞിരിക്കുന്ന പ്രതാപനോട് പറയുന്നു, സാർ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛാ വാ. അങ്ങനെ രാധമ്മയും വേണുവേട്ടനെയും കൂട്ടി രാജു അവിടുന്ന് പോവുകയാണ്. അംബികയാണെങ്കിൽ വിജയിച്ച ഭാവത്തിൽ ഇങ്ങനെ അഹങ്കരിച്ച് നിൽക്കുന്നു. വീട്ടിലെത്തിയ രാധമ്മ സങ്കടത്തോടെ ഇരിക്കുന്ന കണ്ടിട്ട് വേണുവേട്ടൻ പറയാ, എൻ്റെ രാധമ്മേ, നീ ഇങ്ങോട്ട് നോക്കിക്കേ, നിന്റെ മനസ്സ് ഒരു കടല് പോലെ തിളച്ച് മറിയുവാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ അമ്മേ, അല്പം ബുദ്ധിമുട്ടായിരിക്കും എൻ്റെ അമ്മയ്ക്ക്, എന്നാലും കഴിഞ്ഞതൊക്കെ എൻ്റെ അമ്മ മറക്കാൻ ശ്രമിക്കണം. പെട്ടെന്നൊന്നും സാധിച്ചെന്ന് വരില്ല, എന്നാലും എൻ്റെ അമ്മ അങ്ങനെ ശ്രമിച്ചേ പറ്റൂ. എൻ്റെ അമ്മേ, ഞാൻ പറയുന്നേ ഒന്ന് കേക്ക്. എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ എതിർത്താലും എൻ്റെ അമ്മയ്ക്ക് ഞാനും ഉണ്ട്, അച്ഛനും ഉണ്ട്. രാധമ്മേ, മോൻ പറഞ്ഞത് നീ കേട്ടില്ലേ? എൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പകുതി ഭാഗമാണ് നീ. നമ്മുടെ മോനാണ് രാജു, അവനും ഞാനും നിന്നോടൊപ്പം ഉണ്ട്. എൻ്റെ രാധയെ, നീ വിഷമിക്കാതെ. കല്യാണം കഴിച്ചു വിട്ടാലേ പെൺമക്കൾ പിന്നെ മറ്റൊരു കുടുംബത്തിലെയാ. അവർ പിന്നെ അവരോടൊപ്പമേ ചേരൂ. അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ പെറ്റ തള്ളെ തന്നെ മറന്നുകളയും. നന്ദി കെട്ടവരുടെ ലോകവരാതെ ഇത്. നീ എങ്ങനെങ്കിലും കഴിഞ്ഞതൊക്കെ ഒന്ന് മറക്കാൻ ശ്രമിക്കുക. അച്ഛാ, ആ രുക്മിണി അടുത്ത് കൂടിയപ്പോഴേ എൻ്റെ മനസ്സിൽ ചില സംശയങ്ങൾ പെട്ടതാണ്. അതിനെന്ത് ചെയ്യാൻ പറ്റും മോനെ? നമ്മുടെ മനസ്സിൽ കള്ളത്തരം ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും നല്ലവരാണെന്ന് നമ്മളങ്ങ് കരുതും. അതിൻ്റെ കുഴപ്പമായി കാണുന്നതൊക്കെ. എൻ്റെ അമ്മ ദൈവവിശ്വാസിയല്ലേ, ദൈവത്തെ പ്രാർത്ഥിച്ച് എൻ്റെ അമ്മ കുറച്ചു നേരം പോയെന്ന് കിടക്ക്. ഇവരൊക്കെ ഇങ്ങനെ മാറി മാറി ഓരോന്ന് പറഞ്ഞിട്ടും രാധമ്മ ഒരക്ഷരം പോലും മിണ്ടാതിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അമ്മ പോയി കുറച്ചു നേരം ഒന്ന് കിടക്കമ്മ എന്നിങ്ങനെ രാജു നിർബന്ധിക്കുമ്പോൾ രാധമ്മ ഇങ്ങനെ രാജുവിനെ തന്നെ സൂക്ഷിച്ചു നോക്കി അവൻ്റെ മുഖത്തിങ്ങനെ പതുക്കെ തലോടിയിട്ട് എഴുന്നേറ്റ് അങ്ങ് റൂമിലോട്ട് പോയിട്ട് ആ കതകിനെ അങ്ങ് കുറ്റിയിടുവാണ്.
എന്നിട്ട് ശ്രീലക്ഷ്മിക്ക് വേണ്ടി ഉണ്ണിയപ്പം ഉണ്ടാക്കിയതും കൂടെ രുക്മിണിയെല്ലാം സന്തോഷത്തോടെ നിന്നതും ആ പലഹാരം ശ്രീലക്ഷ്മിക്ക് കൊടുത്തതും ശ്രീലക്ഷ്മി കഴിച്ചതും അതിനുശേഷമുണ്ടായ സംഭവങ്ങളും പോലീസ് സ്റ്റേഷനിൽ അപമാനിതയായി തലകുനിഞ്ഞ് നിന്നതും അതെല്ലാം ഇങ്ങനെ രാധമ്മ ഓരോന്നായിട്ട് ഓർക്കുവാണ്. ഇതിൽ കൂടുതൽ ഒരു അപമാനം തനിക്കിനി വരാനില്ല, ഇതിൽ കൂടുതൽ ദുഃഖം സഹിക്കാനും ഇനി പറ്റില്ല എന്ന് തീരുമാനത്തോടെ പെട്ടെന്നൊരു സാരി എടുത്ത് ആ ഫാനിലോട്ട് ഇങ്ങനെ കെട്ടുന്നുണ്ട്. ആത്മഹത്യക്കുള്ള ശ്രമമാണ്. ഈ സമയം വേണുവേട്ടൻ ഇങ്ങനെ സങ്കടത്തോടെ ആ ചാരികസേല ഇങ്ങനെ ചാരി കിടക്കുവാണ്. തൻ്റെ ജീവന്റെ പാതിയായ രാധമ്മ എന്തോ സാഹസം കാണിക്കാൻ ഒരുങ്ങുന്നുവെന്ന് പെട്ടെന്ന് വേണുവേട്ടൻ ഓടിച്ചെന്ന കഥകെ തട്ടി രാധമ്മയെ രാധമ്മയെന്ന് വിളിക്കുവാണ്. കഥകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുക. വേണുവേട്ടൻ ആകെ പേടിയെ എടി രാധമ്മയെ രാധമ്മയെന്ന് വിളിക്കുക. ആ ശബ്ദം കേട്ട് രാജു ഓടി വരുക. എന്താച്ചാ എടാ രാധമ്മ അകത്ത് കയറി കഥവിന് കുറ്റിയിട്ടിരിക്കുക. അമ്മയെ കഥവ് തുറക്കമ്മേ കഥവ് തുറക്കമ്മേ എന്ന് രാജുവും പറയാം. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് ശക്തിയായിട്ട് ആ കഥവ് ഇങ്ങനെ ഉടച്ചകത്ത് കയറുവാണ്. അപ്പോൾ അവർ കാണുന്ന ആ കാഴ്ച അവർക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. ഫാനിലോട്ട് ഇങ്ങനെ സാരി കെട്ടി ആ കുരുക്കിൽ രാധമ്മ ഇങ്ങനെ കഴുത്തിടാൻ പോവാണ്. അമ്മയെ നലറി വിളിച്ചോണ്ട് രാജു ഓടിച്ചെന്ന് രാധമ്മയെ പിടിച്ച് താഴോട്ട് ഇറക്കുവാണ്. വിട് എന്നെ വിട് എന്നും പറഞ്ഞ് രാധമ്മയും കരയുക. വേണുവേട്ടൻ ചങ്ക് പൊട്ടി കരഞ്ഞോണ്ട് പറയാം, ഒരു നിമിഷത്തേക്ക് നീ എന്നെ മറന്നു കളഞ്ഞല്ലോടി രാധമ്മേ. സങ്കടം സഹിക്കാനാകാതെ മൂന്ന് പേരും ഇങ്ങനെ പൊട്ടിക്കരയുവാണ്. ഈ സമയം തട്ടിപ്പ് വീരൻ അനന്തംപിള്ള ദീപക്കിനെ കയ്യിലെടുത്തിരിക്കുക. ദീപക്കിനോട് പറയുക, ആ രാജുവിന് കുറച്ച് വിളച്ചിൽ കൂടുതലായിരുന്നു. അവനൊന്ന് നോവണമെങ്കിൽ അവൻ്റെ അമ്മയ്ക്കോ അച്ഛനോ ഋതികയ്ക്കോ എന്തെങ്കിലും ഒന്ന് പറ്റണം. അങ്കിളെ, അതിന് ഋതികയെ നമ്മൾ സെൻട്രൽ ജയിലിൽ വരെ കയറ്റിയില്ലേ? അത് ശരിയാ മോനെ, ഋതികയെ അതുകൊണ്ട് ഇനി ഉടനെ തൊടുന്നത് ശരിയല്ല. അതുകൊണ്ട് നിന്റെ അമ്മ അമ്പിയുടെ തലയിൽ ഉദിച്ചതാണ് ഈ ബുദ്ധി. അങ്ങനെ ആ രാജുവിൻ്റെ അമ്മ പോലീസ് സ്റ്റേഷൻ വരെ കയറിയില്ലേ? അത് മാത്രമല്ലല്ലോ അങ്കിളെ, ആ രാജുവിൻ്റെ കുടുംബം ഇപ്പോൾ അലങ്കോലമായില്ലേ? മോൻ പറഞ്ഞത് കറക്റ്റാണ്. എന്തായാലും അമ്പിയെ സമ്മതിച്ചേ പറ്റൂ. പക്ഷെ ഞാനൊരു കാര്യം പറയുമ്പോൾ നിനക്ക് മറ്റൊന്നും തോന്നരുത്. നിന്റെ അമ്മയാണെങ്കിലും ഇനി ആരുടെ അമ്മയാണെങ്കിലും ഞാൻ പറയാനുള്ളതങ്ങ് പറയും. എന്താ അങ്കിള് പറയുന്നത്? എടാ മോനെ, നിന്റെ അമ്മയ്ക്ക് ആരോടും ആത്മാർത്ഥതയില്ല. മകനായ നിന്നോട് പോലും ആത്മാർത്ഥതയില്ല. അവർക്ക് ഉള്ളിൽ തട്ടി നിന്നോട് ഒരു സ്നേഹമില്ല. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ മോനെ? ദീപക്കിന്റെ ഉള്ളിൽ അമ്മയോട് പകയുണ്ടെന്ന് മനസ്സിലാക്കിയ അനന്തംപിള്ള അവന്റെ പക ഊതി ഊതി കത്തിക്കുവാണ്. പ്രതാപൻ എന്ന ദീപക്കിനെ ചാട്ടവാറിനടിക്കുമ്പോൾ അംബിക നോക്കി നിന്നതല്ലാതെ ഓടി വന്ന് പിടിച്ച് രക്ഷിച്ചില്ല. ആ സംഭവം ദീപക് ഇങ്ങനെ ഓർത്തു നോക്കുവാണ്. മോനെ, ഞാൻ പറയുന്ന സത്യമാണ്, നീ വേണമെങ്കിലൊന്ന് ഓർത്തു നോക്ക്. മന്ത്രിസഭയിലേക്ക് ഒരു ഒഴിവ് വന്ന് അംബിക അപ്പോൾ നേരെ നിന്നെ മന്ത്രിയാക്കാനല്ല നോക്കിയത്, അവര് ചാടിക്കേറി അങ്ങ് മന്ത്രിയായി. ദീപക്കിന്റെ ഉള്ളിൽ അമ്മയോടുള്ള പകയുടെ തീ ആളിക്കത്താൻ തുടങ്ങി. ഇത് പുറകിൽ നിന്നിങ്ങനെ ആസ്വദിക്കുകയാണ് അനന്തംപിള്ള. മോനെ നോക്ക്, ഞാൻ പറയുന്നത് ശരിയല്ലേ? ഞാൻ കാണിക്കുന്ന ആത്മാർത്ഥതയും സ്നേഹം പോലും അവർക്ക് നിന്നോടില്ല. ദീപക് അങ്ങനെ അനന്തംപിള്ളയുടെ വലയിൽ വീണ് കഴിഞ്ഞു. അങ്കിള് പറഞ്ഞത് ശരിയാ, ഞാനതൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. എന്തായാലും എൻ്റെ മോനെ, നീ അത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തെറിക്കുത്തരം മുറിപ്പത്തലെന്നാ. അതുകൊണ്ടേ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഞാൻ അംബികയ്ക്കിട്ടൊരു നല്ല ഉഗ്രൻ വേല പണിയും. എന്നിട്ട് മോനെ ദീപക്കെ, ഞാൻ നിന്നെ അംബികയെക്കാളും മുകളിലെത്തിക്കും. അല്ലെങ്കിലേ അമ്മയ്ക്കിട്ട് എന്ത് പണിയാ കൊടുക്കാൻ പോകുന്നു? മോനെ, നീ പേടിക്കൊന്നും വേണ്ട. മോനെ, ഉപദ്രവിക്കാനും ഒന്നുമല്ല, ഒന്ന് ചീഞ്ഞെങ്കിലേ മറ്റൊന്നിന് വളവാകത്തുള്ളൂ. ഈ മണ്ഡലത്തിലെ ചിലതൊക്കെ നടക്കും. നീ ചെറുപ്പമാണ് മോനെ, നിന്നെക്കൊണ്ടേ ഈ അനന്തംപിള്ളയ്ക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. പുതിയ തലമുറയ്ക്ക് വേണ്ടി പഴയ തലമുറ വഴിമാറി തരണം. അതുകൊണ്ട് മോനെ, അംബികയുണ്ടല്ലോ, ഇനി മുതൽ മോൻ്റെ പുറകിൽ നിന്നാ മതി. അനന്തംപിള്ള അങ്ങനെ പറഞ്ഞതും ദാണ്ട ദീപക്കിൻ്റെ മുഖത്തെ ഒരു സന്തോഷം. ഇവൻ അംബികയുടെ മോൻ തന്നെയാണ്. ഏത് കുതികാൽ വെട്ടിനും അവൻ കൂടെ നിൽക്കും. സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടി ആരെ പടുകുഴിയിലോട്ട് തള്ളിവിടാനും ഈ അമ്മയും മകനും ഒരുക്കമാണ്. സന്തോഷം കൊണ്ട് മതിമറന്നു നിൽക്കുന്ന ദീപക്കിനോട് അനന്തംപിള്ള പറയുക, അതുകൊണ്ട് മോനെ, നീ സ്വപ്നം കാണാൻ ശീലിക്ക്. നിന്റെ സ്വപ്നങ്ങളാണ് ഇനി സാക്ഷാത്കരിക്കാൻ പോകുന്നത്. അങ്ങനെ അംബികയ്ക്കുള്ള കുഴി മകനെ കൊണ്ട് തന്നെ അനന്തംപിള്ള കുഴിപ്പിച്ചിട്ടുണ്ട്. അപമാനഭാരം കൊണ്ട് രാധമ്മ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയതോർത്ത് രാജു ഇങ്ങനെ ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശ്രീലക്ഷ്മിയും ഹരീഷും ഒരു ഓട്ടോറിക്ഷയിൽ പോകുന്ന രാജു കണ്ടു. അവരെ പിന്തുടർന്ന് ചെന്ന് രാജു കൈ കാണിച്ചിട്ടും ഹരീഷ് വണ്ടി നിർത്താതെ പോവുകയാണ്. രാജു ദേഷ്യത്തോടെ സ്പീഡിൽ ചെന്ന് ഓട്ടോറിക്ഷയുടെ മുന്നിൽ വന്ന് കൈ കാണിച്ച് നിർത്തിക്കുവാണ്. ഹരീഷ് ദേഷ്യത്തോടെ രാജുവിനോട് ചോദിക്കുന്നു, എന്താടാ പട്ടാപ്പകൽ ഗുണ്ടായിസോ ഒന്നും അല്ല ഹരീഷേ, എനിക്ക് നിങ്ങളോട് രണ്ടുപേരോട് ഒരു കാര്യം സംസാരിക്കണം. എന്നാലേ നിന്നോട് സംസാരിക്കേണ്ട ഒരു ചുക്കും ഞങ്ങൾക്കില്ല.
നീ ചട്ടമ്പിത്തരം കാണിക്കാനാ വന്നതെങ്കിലേ നീ വിവരം അറിയും. എടാ, നിന്റെ വണ്ടിയിലിരിക്കുന്നത് എൻ്റെ കൂടപ്പുറപ്പാണ്, അവളോടാണ് ഞാൻ സംസാരിക്കാൻ വന്നത്. ശ്രീലക്ഷ്മി ഉടനെ ആ ഓട്ടോറിക്ഷയിൽ ഇരുന്ന് തന്നെ പറയുന്നു, എനിക്ക് ആരോടും ഒന്നും സംസാരിക്കണ്ട. അപ്പോൾ രാജീവ് പറയും, എന്നാൽ പിന്നെ നിന്നെ നിന്റെ ഭർത്താവിനെ അത് കേൾപ്പിച്ചിട്ടേ വിടൂ, ഇങ്ങോട്ട് ഇറങ്ങടി എന്നും പറഞ്ഞ് രാജു ശ്രീലക്ഷ്മിയെ കൈക്ക് പിടിച്ച് പുറത്തോട്ടിറങ്ങുമ്പോൾ ഹരീഷ് രാജുവിൻ്റെ നേരെ കൈയും പൊക്കിക്കൊണ്ട് വരുമ്പോൾ രാജീവ് പറയും, തൊട്ടുപോകരുതടാ. നിനക്കോ ഇവക്കോ സാമാന്യ മര്യാദയൊന്നുമില്ലെങ്കിലും നീയേ എൻ്റെ കൂടപ്പറപ്പിൻ്റെ ഭർത്താവ് തന്നെയാടാ. മര്യാദയ്ക്ക് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാ ഞാൻ വണ്ടിക്ക് കൈ കാണിച്ചത്. അപ്പോൾ ഞാനാന്ന് അറിഞ്ഞിട്ടും നീ വണ്ടി വിട്ടു. എന്നാൽ പിന്നെ അതൊന്ന് കാണണമല്ലോ. ഈ രാജുവേ ന്യായമായ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചാൽ അത് പിന്നെ പറഞ്ഞിട്ടേ പോകൂ. അത് കേട്ടിട്ട് ശ്രീലക്ഷ്മി പറയാം, എല്ലാം പറഞ്ഞും പ്രവർത്തിച്ചും കഴിഞ്ഞില്ലേ, തനിക്കിനി എന്താണോ പ്രത്യേകിച്ച് പറയാനുള്ളത്? എടി, നീ കണ്ടതും കേട്ടതും ഒന്നുമല്ല സത്യം, അത് തന്നെയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. എടോ, ഞാൻ കഴിഞ്ഞതെല്ലാം മറക്കാൻ പാടുപെടുക, അതിനിടയ്ക്ക് താൻ എൻ്റെ വട്ടം വന്ന് ചാടല്ലേ, ദേഷ്യത്തോടെ ഹരീഷ് പറയുക. എൻ്റെ കൺട്രോൾ തെറ്റിപ്പോയാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. പിറവി എടുക്കുന്നതിന് മുമ്പ് നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വികാരം എന്താണെന്ന് തനിക്ക് അറിയില്ല. എടാ ഹരീഷേ, സ്വന്തം പേരക്കുട്ടിയെ കൊന്നു എന്നുള്ള കുറ്റം ഏൽക്കേണ്ടി വന്ന നിരപരാധിയായ ഒരമ്മയുടെ ദുഃഖം നിനക്ക് മനസ്സിലാകത്തില്ലടാ. എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ എന്താണെന്നോ ആരാണെന്നോ എനിക്കറിയാം. പക്ഷേ ആ അമ്മ പ്രസവിച്ച ഇവൾക്ക് അമ്മ ആരാണെന്ന് ഈ ജന്മം പിടികിട്ടില്ല. ശ്രീലക്ഷ്മിയുടെ പിടിവാശിക്ക് ഒരു കുറവുമില്ല. ശ്രീലക്ഷ്മി പറയുക, എൻ്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞ ആ സ്ത്രീയുടെ ഒരു കാര്യവും എനിക്ക് കേൾക്കണ്ടാടി, കേൾപ്പിക്കാൻ ഞാനിനി വരുന്നതുമില്ല. പക്ഷേ ഇവിടം കൊണ്ട് ഇതെല്ലാം അവസാനിപ്പിക്കുക. നിന്നേക്കാൾ കൂടുതൽ സ്നേഹവും മാനുഷ്യ മൂല്യവും ഇവനുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകൾ ഈ ഹരീഷിനോടാ. എടാ ഹരീഷേ, നീ ഒരച്ഛനാകാൻ വേണ്ടി സ്വപ്നം കണ്ട് നടന്നവനാ. നിന്റെ ആ സ്വപ്നത്തെ ഇല്ലാതാക്കിയത് എൻ്റെ അമ്മയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നലെ രാത്രി എൻ്റെ അമ്മ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കില്ലായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അമ്മയെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിലാണ് നിങ്ങൾ കൊണ്ടെത്തിച്ചത്. അതും ഇവളാണ്. എടി, ആ പാവം അമ്മ നിനക്ക് മാപ്പ് തരും, പക്ഷെ ദൈവം നിനക്ക് മാപ്പ് തരില്ലടി എന്ന് പറഞ്ഞിട്ട് രാജു അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. ഒന്ന് പോകാൻ പറ ഹരീഷേട്ട അവനോട്, ഇതൊക്കെ അവൻ്റെ നാടകമാ, ഹരീഷേട്ടൻ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് അവൾ ഓട്ടോറിക്ഷയിൽ പോവുകയാണ്. ഈ സമയം യാമിനിയും മൃതികയും കൂടെ സംസാരിക്കുക. യാമിനി പറയും, എന്തായാലും ശ്രീലക്ഷ്മിയെ കാണിച്ചത് ന്യായമാണോ? സ്വന്തം അമ്മയല്ലേ അവൾ തള്ളിപ്പറഞ്ഞത്? എന്ത് ചെയ്യാനാ ചെറിയമ്മ, അവൾ ഭർത്താവിനോടും ഭർത്താവിൻ്റെ അമ്മയോടൊപ്പമാണ് നിൽക്കുന്നത്. മോളെ, അത് ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെ സ്നേഹിച്ചോട്ടെ, അത് അങ്ങനെ തന്നെയാണല്ലോ വേണ്ടതും. പക്ഷേ പെറ്റമ്മ ഒറ്റ കൊടുത്തതും പോലീസ് സ്റ്റേഷനിൽ കയറ്റിയതും ശരിയാണോ? ലോകത്തൊരാളും ഇതിനെ അനുകൂലിക്കില്ല ചെറിയമ്മ. ഇതൊക്കെയാ രുക്മിണിയുടെ പ്ലാനാ. രുക്മിണിയുടെ മാത്രം ആയിരിക്കില്ല മോളെ, അതിൻ്റെ മാസ്റ്റർ പ്ലാൻ മിക്കവാറും ഇവിടുന്നായിരിക്കും. രുക്മിണിയും അംബികയും നല്ല സ്നേഹത്തിലാണ്. അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അംബിക മഹാറാണി തൻ്റെ മുകളിൽ നിന്നിങ്ങനെ വലിയ ഗമയിൽ എഴുന്നള്ളി വരുന്നുണ്ട്. അംബികയെ കണ്ടതും ഹൃതികയും യാമിനിയും ഒരു പട്ടിക്ക് കൊടുക്കുന്ന വില പോലും കൊടുക്കാതെ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവുക. അംബികയ്ക്ക് അത് തീരെ പിടിച്ചില്ല. അംബിക പറയുക, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴാ ദുശകനങ്ങൾ. നിങ്ങൾ എന്താ പറഞ്ഞത് എന്നിങ്ങനെ ഹൃതിക ചോദിക്കുമ്പോൾ യാമിനി പറ, അതെ, നമ്മളെ കാണുന്നത് ദുശകനമാണെന്ന്. അതെയോ? ഞങ്ങൾ ദുശകനങ്ങളാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചോ. നിങ്ങൾ പിന്നെന്തിനെ എൻ്റെ വീട്ടിൽ താമസിക്കുന്നു? വീണ്ടും അംബിക ഡയലോഗ് തുടങ്ങി. ഇതേ എൻ്റെ വീട്, എൻ്റെ ആങ്ങളയുടെ വീട്. അത് ശരിയാ അംബികെ, ആങ്ങളുടെ വീട് പിന്നെ എങ്ങനെയാ നിങ്ങളുടെ വീടാകുന്നത്? അംബിക പല്ല് കടിച്ചോണ്ട് യാമിനിയെ നോക്കി പറയുക, ഏതൊരു നല്ല കാര്യത്തിന് പോകുമ്പോഴും ഈ യാമിനിയെ കണ്ടോണ്ട് പോയാൽ പിന്നെ അത് നടക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊക്കെ യാമിനിയെയാ. ഓഹോ, കുറ്റമൊപ്പ ചെറിയമ്മയ്ക്കായി. കാർഡങ്ങ് തിരിച്ചു വെച്ചു. എൻ്റെ ചെറിയമ്മ ഈ വീട്ടിലെ ചെറിയമ്മയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ഇരിക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യും. എടി ഹൃതികെ, ഞാനേ ഇപ്പോഴൊരു നല്ല കാര്യത്തിന് പോവുക. അതുകൊണ്ട് ഞാനിപ്പോൾ വഴക്കിന് തയ്യാറല്ലാത്തതുകൊണ്ട് നിന്നോട് ക്ഷമിക്കുന്നു. ഞാൻ മന്ത്രിസഭയിലോട്ടാണ് പോകുന്നത്, അതുകൊണ്ടാണ് ഞാൻ ക്ഷമിക്കുന്നത്. പിന്നെ മന്ത്രിസഭയിലോട്ട് ചെന്നങ്ങോട്ട് മലമറിക്കാൻ പോവുമല്ലേ? കക്കാനും കൈവിട്ട് വാരാനും ചിലർക്ക് ദൈവം ഓരോ അവസരങ്ങൾ കൊടുക്കും. എൻ്റെ അച്ഛനെ കട്ടിലിൽ കിടത്തിയിട്ട് കയറിയതല്ലേ ഈ കസേരയിലോട്ട്. എടി, നീ എന്താടി പറഞ്ഞത്? അപ്പോൾ യാമിനി പറയാ, ഋതുമോള് പറഞ്ഞതിൽ എന്താ തെറ്റ്? ചേട്ടനൊന്ന് വീഴാൻ നോക്കിയിരിക്കുമായിരുന്നു, പെട്ടെന്ന് മന്ത്രി കസേരയിലോട്ട് ചാടിയൊരു കയറ്റം. ചേട്ടനെ നിങ്ങളും നിങ്ങളുടെ മകനും ചേർന്ന് വീഴ്ത്തിയിട്ടതാണോ എന്ന് എല്ലാവർക്കും ഒരു സംശയമുണ്ട്. വേണ്ട യാമിനി, ഞാനൊരു മന്ത്രിയായിപ്പോയെന്ന് പറഞ്ഞ് അസൂയ കൊണ്ട് എന്തും അങ്ങ് പറയാമെന്ന് കരുതിയോ? എപ്പോഴും എനിക്ക് കൺട്രോൾ കിട്ടണമെന്നില്ല. ദാണ്ട പ്രതാപൻ വീണ്ടും ചേച്ചിന്ന് വിളിച്ചോണ്ട് വരുന്നുണ്ട്. ചേച്ചി ഓഫീസിലേക്കല്ലേ പോകാൻ പോകുന്നത്? അതേ മോനെ, ഒരു ശ്രീകോവിലോട്ട് കയറുന്ന പരിശുദ്ധിയോടുകൂടി വേണം ആ മന്ത്രിസഭയിലെ ഓഫീസിലോട്ട് കയറാൻ. അങ്ങനെയുള്ള ഈ സമയത്ത് ചേച്ചി എന്തിനാ വഴക്കിന് നിൽക്കാൻ പോന്നേ?
അയ്യോ സോറി മോനെ, ചേച്ചി പോയിട്ട് വരാം എന്നും പറഞ്ഞ് പ്രതാപന്റെ കൈ പിടിച്ച് മുത്തം വെക്കുന്നുണ്ട്. യേശുദേവനെ ഒറ്റുകൊടുത്തതുപോലെയാണെന്ന് തോന്നുന്നു അവരുടെ ആ പ്രവൃത്തി. ആ മരമണ്ടൻ പൊട്ടൻ പ്രതാപൻ അതങ്ങ് വിശ്വസിച്ചിരിക്കുവാണ്. അംബിക അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പ്രതാപൻ ഹൃതിയോട് പറയുന്നു, ഞാൻ പല പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചിയോട് വഴക്കിന് പോകരുത്. അച്ഛാ, ഞാൻ വഴക്കിന് പോയതല്ല. അച്ഛനറിയാവോ, അവർ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പ്രതാപൻ വീണ്ടും പറയാം, വേണ്ട, നീ എൻ്റെ ചേച്ചിക്കെതിരെ എന്ത് പറഞ്ഞാലും ഞാനത് കേൾക്കുകയില്ല, ഞാനത് വിശ്വസിക്കുകയില്ല. ഞങ്ങളുടെ അച്ഛനും അമ്മയും ഇട്ടേച്ച് പോയപ്പോൾ ഞങ്ങളെ കാത്തു സൂക്ഷിച്ച ഞങ്ങളുടെ കൂടപ്പുറപ്പാത്. എനിക്ക് അവരെൻ്റെ എല്ലാമാണ്. ഹൃതികയും യാമിനിയും സങ്കടം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി കടിച്ചമർത്തി ഇങ്ങനെ നിൽക്കുവാണ് പ്രതാപന്റെ അടുത്ത്. രാജുവിനോട് ഹൃതിക പറയാ, ഒരു സെക്കൻഡ് കൊണ്ട് ആ രുക്മിണി ആന്റിയുടെ സ്വഭാവം മാറിയത്. അവരെപ്പോഴെങ്കിലും സ്നേഹം നടിച്ച് രാധമ്മയുടെ അടുത്ത് കൂടുന്നോ അപ്പോൾ തന്നെ അത് പ്രശ്നത്തിൽ തീരുകയും ചെയ്യും. ഞാൻ ആ നാശം പിടിച്ച സ്ത്രീയുടെ മകളെ കല്യാണം കഴിക്കാത്തതിന്റെ വൈരാഗ്യമാണ് അവരെ കാണിക്കുന്നത്. സത്യത്തിൽ അവർ നമ്മുടെ ശത്രുവാണ്. അതെത്ര പറഞ്ഞാലും എൻ്റെ അമ്മയ്ക്ക് മനസ്സിലാകത്തില്ല. ഋതു, എനിക്ക് മറ്റൊരു ഡൗട്ട് കൂടിയുണ്ട്. ഈ രുക്മിണിയും അംബികയും പണ്ട് മുതലേ കമ്പനിയാണ്. നമുക്കിട്ട് വെക്കുന്ന പല പാരവെപ്പുകൾക്കും ഈ രുക്മിണിക്ക് അംബികയുടെ വക ഉപദേശങ്ങളുണ്ട്. രാജു ആ പറഞ്ഞത് ശരിയാ. അപ്പോഴിതിന്റെ അണിയറ ശില്പി അംബികാവർമ്മ തന്നെയാ. എന്തോ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഹൃതികയോട് രാജു ചോദിക്കുന്നു, എന്താ ഹൃതിക നീ ആലോചിക്കുന്നത്? അതെനിക്കറിയില്ല രാജു, എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ വരാൻ പോകുന്ന പോലെ എൻ്റെ മനസ്സിലൊരു തോന്നൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഹൃതികയുടെ മനസ്സിൽ എന്താണ് ആ തോന്നുന്നത്? വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അംബിക അഴിമതി കേസിൽ കുടുങ്ങി എന്നുള്ള വാർത്തയായിരിക്കും ഇനി ഉടനെ വരാൻ പോകുന്നത്. അതിന്റെ അണിയറ ശില്പിയായി പ്രവർത്തിക്കുന്നത് സ്വന്തം മകനായ ദീപക് തന്നെ ആയിരിക്കും. ഇനി അംബികയുടെയും മകന്റെയും കഷ്ടകാലം തുടങ്ങാൻ പോവുകയാണ്. അതിനെക്കുറിച്ചുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.